ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. പാമ്പും മനുഷ്യരും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. പാമ്പ് എന്ന പദം നാം കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പും ഭയവുമാണ് ഉളവാകുന്നത്. പാമ്പ് വളരെ പ്രാചീനമായ ഒരു ചിഹ്നമാണ്. നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ട് പല ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പാമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, ഹിന്ദു, ബുദ്ധ പുരാണങ്ങളിൽ പാമ്പിനെ നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുരാതന ഈജിപ്തുകാരുടെ ഇടയിൽ പാതാളത്തിൻ്റെ വാതിൽ സൂക്ഷിക്കുന്നത് രണ്ട് പാമ്പുകളായിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പ്രാചീന ഗോത്ര വർഗക്കാരുടെ ഇടയിൽ പലരും പാമ്പിനെ ആരാധിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങൾ പരിശോധിച്ചാൽ പാമ്പ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായി, ഒരു മൂർത്തിയായി, ഒരു ബിംബമായി നിലകൊള്ളുന്നത് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ലോക വൈദ്യശാസ്ത്രത്തിൻ്റെ എംബ്ലം ഒരു പാമ്പാണല്ലോ. അതായത് ഒരു വടിയുടെ മുകളിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന രണ്ട് പാമ്പുകളാണ് ലോക ആരോഗ്യ സംഘടനയുടെ അല്ലെങ്കിൽ ലോക വൈദ്യശാസ്ത്രത്തിൻ്റെ എംബ്ലം അല്ലെങ്കിൽ മെഡിക്കൽ എംബ്ലം. ഈ മെഡിക്കൽ എംബ്ലം രൂപപ്പെട്ടു വന്നത് പുരാതന ഗ്രീക്ക് പുരാണത്തിൽ നിന്നാണ്. അതായത് വൈദ്യശാസ്ത്രത്തിൻ്റെ പുരാതന ഗ്രീക്ക് ദേവനായ അക്ലേപ്പിയസിൻ്റെ കയ്യിൽ ഒലിവ് മരം കൊണ്ടുള്ള ഒരു വടിയുണ്ട്. ആ വടിയുടെ മുകളിൽ രണ്ട് പാമ്പുകൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു സങ്കല്പമായിരുന്നു ഗ്രീക്ക് ദേവനായ അക്ലേപ്പിയസ്. ഈ അക്ലേപ്പിയസ് ഒരു രോഗശാന്തി നൽകുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ദേവൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മാന്ത്രിക വടി ഒരാളുടെ മേൽ തൊട്ടാൽ, പാമ്പ് കടിയേറ്റ വ്യക്തിയെ തൊട്ടാൽ ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടാകുമായിരുന്നു എന്നാണ് പുരാതന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ഗ്രീക്കുകാർ വിശേഷിപ്പിച്ചിരുന്നത്. ഈ മാന്ത്രിക വടിയാണ് പിന്നീട് ലോകാരോഗ്യ സംഘടനയുടെ എംബ്ലമായി രൂപപ്പെട്ടത്. ഈ വടിയും പാമ്പും അർത്ഥമാക്കുന്നത് പുനരുജ്ജീവനത്തെയും വൈദ്യ പരിചരണത്തെയും സൗഖ്യത്തെയുമാണ് അർത്ഥമാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഈ അക്ലേപ്പിയസിൻ്റെ കയ്യിലെ വടിയും പാമ്പിനെയും ഒരു ലോകാരോഗ്യ സംഘടനയുടെ എംബ്ലമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുവാൻ ഉണ്ടായ കാരണം. ഇങ്ങനെ പുരാണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, ഇതിഹാസങ്ങൾ പരിശോധിക്കുമ്പോൾ പാമ്പ് നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈജിപ്തുകാരുടെ ഇടയിൽ ഒരു വിശ്വാസം നിലവിലിരുന്നത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പാതാളത്തിൻ്റെ വാതിലുകൾ സൂക്ഷിച്ചിരുന്നത് രണ്ട് പാമ്പുകളായിരുന്നു എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ ഓരോ പുരാണങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ എല്ലാം പാമ്പിനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിലും അതുപോലെ തന്നെ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളിലും ഇത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്കയിലുള്ള പ്രാകൃത വർഗക്കാരുടെ ഇടയിലും ഈ പാമ്പിനെ ആരാധനാമൂർത്തിയായി കണ്ട് അവർ ആരാധിച്ചിരുന്നതായിട്ട് ചരിത്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിലും ഹിന്ദു പുരാണത്തിലും പാമ്പിനെ നന്മയുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ ബുദ്ധ മത സംസ്കാരം പരിശോധിച്ചാലും അവരുടെ ഇടയിലും പാമ്പിന് പ്രാധാന്യം ഉണ്ടായിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങൾ, പ്രാചീന സംസ്കാരങ്ങൾ, ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പാമ്പുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ജീവിതം എത്രമാത്രം അഭേദ്യമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ്. പാമ്പും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എന്താണ് അത് വ്യക്തമാക്കുന്നത്? ബൈബിൾ പാമ്പിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ട് പാമ്പിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആലങ്കാരികവും അക്ഷരാർത്ഥത്തിലും പാമ്പിനെ കുറിച്ച് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പാമ്പ് എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം സെർപ്പൻ്റ് എന്നാണല്ലോ. സ്നേക്ക് എന്നൊരു വാക്കും ഇംഗ്ലീഷിൽ പ്രധാനമായും ഈ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെർപ്പൻ്റ് എന്ന പദം ഉണ്ടായത് സെർപ്പൻഡം സെർപ്പര എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിച്ചത്. ആ ലാറ്റിൻ പദത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് സെർപ്പൻ്റ് എന്നുള്ളത്. സെർപ്പൻഡം സെർപ്പര എന്ന ഈ രണ്ട് ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെർപ്പൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉത്ഭവിച്ചത്. ഈ വാക്കിൻ്റെ അർത്ഥം ഇഴയുന്ന ജീവി, ഇഴയുന്ന വസ്തു എന്നാണ് സെർപ്പൻഡം അല്ലെങ്കിൽ സെർപ്പര എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് സെർപ്പൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉത്ഭവിച്ചത്. മലയാളത്തിൽ സർപ്പം അല്ലെങ്കിൽ പാമ്പ് എന്നൊക്കെ ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എന്നാൽ പല സംസ്കാരങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അതിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാഗം എന്നും നാഗങ്ങൾ എന്നൊക്കെ ഹൈന്ദവ പുരാണം പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. സംസ്കൃതത്തിലും അങ്ങനെയുള്ള ആശയങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഈ പാമ്പ് അല്ലെങ്കിൽ സർപ്പം എന്നതിന് എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായും 4 പദങ്ങളാണ്. ഒന്നാമത്തെ വാക്ക് നഹാഷ് എന്ന വാക്കാണ്. നഹാഷ്, അതിനെ നച്ചാഷ് എന്നും ഉച്ചരിക്കാവുന്നതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്നവൻ എന്നാണ്. എബ്രായ ഭാഷയിൽ സർപ്പം അഥവാ പാമ്പ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നഹാഷ് എന്നാണ്. അതിൻ്റെ അർത്ഥം തിളങ്ങുന്നവൻ എന്നാണ്. രണ്ടാമത്തെ വാക്ക് സാരഫ് എന്നാണ്. സാരഫ്, അതിൻ്റെ അർത്ഥം കത്തുന്ന അഗ്നിജ്വാലയുള്ളവൻ എന്നാണ്. കത്തുന്നത് എന്നും അഗ്നിജ്വാലയുള്ളവൻ എന്നുമാണ് സാരഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. മൂന്നാമത്തെ പദം ടാനിൻ എന്നാണ്. അതിൻ്റെ അർത്ഥം കത്തുന്ന അഗ്നിജ്വാലയുള്ളവൻ എന്നാണ്. ഈ ടാനിൻ എന്ന വാക്കിനും അങ്ങനെ ഒരു അർത്ഥം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം മഹാസർപ്പം, കടൽ രാക്ഷസൻ എന്നൊക്കെയാണ്. അപ്പോൾ ടാനിൻ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാസർപ്പം, കടൽ രാക്ഷസൻ എന്നൊക്കെയാണ്. സമുദ്രത്തിൻ്റെ അടിയിൽ ഭീമാകാരനായ ഒരു സർപ്പം അധിവസിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രാചീന വിശ്വാസം എബ്രായരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഈജിപ്തുകാരുടെ ഇടയിലും അങ്ങനെ ഒരു വിശ്വാസം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ടാനിൻ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാസർപ്പം, കടൽ രാക്ഷസൻ എന്നാണ്. സാരഫ് എന്ന വാക്കിൻ്റെ അർത്ഥം കത്തുന്ന അഗ്നിജ്വാലയുള്ളവൻ എന്നാണ്. നഹാഷ് എന്ന വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്നവൻ എന്നാണ്. നാലാമത്തെ പദം സെറാഫ് എന്നാണ്. എബ്രായ ഭാഷയിൽ സർപ്പം അല്ലെങ്കിൽ പാമ്പ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന നാലാമത്തെ പദം സെറാഫ് എന്നാണ്. അതിൻ്റെ അർത്ഥം അഗ്നിസർപ്പം അല്ലെങ്കിൽ അഗ്നിസർപ്പങ്ങൾ എന്നാണ്. ബൈബിളിൽ യെശയ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായത്തിൽ അഗ്നിസർപ്പങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. പറക്കുന്ന അഗ്നിസർപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ വേറെയും അഗ്നിസർപ്പങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനയുണ്ട്. അപ്പോൾ എബ്രായ ഭാഷയിൽ 4 പദങ്ങളാണ് പാമ്പ് അല്ലെങ്കിൽ സർപ്പം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ സർപ്പം അല്ലെങ്കിൽ പാമ്പ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഓഫീസ് എന്നും ഓഫിയോൺ എന്നും ട്രാഗൺ എന്നും 3 പദങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫീസ്, ഓഫിയോൺ, ട്രാഗൺ
എന്നീ മൂന്ന് പദങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈ 3 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ 4 എബ്രായ വാക്കുകളും പാമ്പിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ പാമ്പിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ട് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പാമ്പുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ബൈബിളിലെ പ്രസ്താവനയനുസരിച്ച് പാമ്പിനെയും മനുഷ്യനെയും ദൈവം ഒരു ദിവസമാണ് സൃഷ്ടിച്ചത്. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ 6-ാം ദിവസമാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദിവസം തന്നെയാണ് പാമ്പിനെയും ഇഴജാതിയെയും നാൽക്കാലികളെയും കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് ഈ ഒരു ദിവസമാണ്. 1-ാമത്തെ ദിവസം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. 1, 2, 3, 4, 5 ആ ദിവസം കൊണ്ട് ആകാശം ഭൂമിയും സൂര്യചന്ദ്രൻ നക്ഷത്രാദികളും ദൈവം സൃഷ്ടിക്കുകയും 5-ാമത്തെ ദിവസം സമുദ്രത്തിലെ ജലജന്തുക്കൾ അഥവാ സമുദ്രത്തിൽ ജീവിക്കുന്ന ആ ജീവികളെ സൃഷ്ടിക്കുകയും ആകാശത്ത് പറക്കുന്ന പറവജാതിയെയും ദൈവം സൃഷ്ടിച്ചത് 5-ാം ദിവസമാണ്. കരയിലെ ജീവജാലങ്ങളെയും മനുഷ്യനെയും നിർമ്മിക്കുന്നത് 6-ാമത്തെ ദിവസമാണ്. അത് ഉൽപ്പത്തി 1-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെയും പാമ്പിനെയും സൃഷ്ടിച്ചത് ഒരു ദിവസമാണ്. അതുകൊണ്ട് മനുഷ്യനും പാമ്പും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ട്. രണ്ടാമതായി പാമ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, പാമ്പ് എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൗശലമുള്ള ഒരു ജീവിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൗശലമുള്ള ഒരു ജീവിയാണ് പാമ്പ്. പാമ്പിനെ പോലെ കൗശലമുള്ള മറ്റൊരു ജീവി ഭൂമിയിൽ ഇല്ല എന്നാണ് ബൈബിൾ പ്രസ്താവിച്ചിരിക്കുന്നത്. അവിടെ കൗശലം എന്നതിന് ക്രാഫ്റ്റി എന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രാഫ്റ്റി എന്ന വാക്കിൻ്റെ അർത്ഥം തന്ത്രപരമായ, സൂത്രശാലിയായ, ചതിയനായ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പാമ്പ് എന്ന പദത്തിന് ചതിയൻ എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ പാമ്പിനെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം തന്നെയാണ് പാമ്പിനെയും സൃഷ്ടിച്ചത്. പാമ്പ് ഭൂമിയിലെ സകല ജീവജന്തുക്കളെക്കാൾ ബുദ്ധിയുള്ളതാണ് അല്ലെങ്കിൽ കൗശലമുള്ളതാണ് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്, സകല ജീവജാലങ്ങളിലും വെച്ചിട്ട് ആദ്യമായി ശപിക്കപ്പെട്ട ജീവിയും പാമ്പ് തന്നെയാണ്. ദൈവം ആദ്യമായി ശപിച്ചത് പാമ്പിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ആദത്തെയും ഔവയെയും പിശാച് പാപത്തിൽ വീഴിക്കുവാൻ തൻ്റെ മീഡിയേറ്ററായിട്ട് ഉപയോഗിച്ചത് പാമ്പിനെ ആയിരുന്നു. സാത്താൻ പാമ്പിൻ്റെ വേഷം പൂണ്ടുവന്ന് പാമ്പിൽ പ്രവേശിച്ച് ആദത്തെയും ഔവയെയും നിഷ്പാപയുഗത്തിൽ ഏദൻ പർദീസയിൽ പരിപാവനമായി ജീവിച്ച ആദത്തെയും ഔവയെയും പാപത്തിൽ വീഴിച്ചു കളഞ്ഞു. അപ്പം അതിനുവേണ്ടി പിശാച് ഉപയോഗിച്ചത് പാമ്പിനെ ആയിരുന്നു. അങ്ങനെ ആദവും ഔവയും പാപത്തിൽ വീണ ശേഷം ദൈവം ഏദൻ പർദീസയിൽ വന്നിട്ട് സ്ത്രീയോട് ചോദിച്ച്, നീ എന്താണ് ഈ ചെയ്തത്? തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഔവ പറഞ്ഞത്, പാമ്പ് എന്നെ വഞ്ചിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പാമ്പ് എന്നെ വഞ്ചിച്ചു. അപ്പം അതുകൊണ്ട് പാമ്പ് ഒരു വഞ്ചകനാണ്, പാമ്പ് ചതിയനാണ്. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പാമ്പിനോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 3:14 അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാമ്പ് എല്ലാ ജീവജാലങ്ങളിലും വെച്ചിട്ട് ആദ്യമായി ശപിക്കപ്പെട്ട ഒരു ജീവിയാണ് പാമ്പ് എന്ന് ബൈബിളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ
ഈ നെഗറ്റീവായിട്ടും പോസിറ്റീവായും അർത്ഥത്തിലും പാമ്പിനെക്കുറിച്ച് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മറ്റ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും മതങ്ങളിലും ഒക്കെയും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാം മതത്തിലും പാമ്പിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇസ്ലാം മതത്തിൽ പാമ്പിനെ ഒരു പൈശാചിക പ്രതീകമായിട്ടാണ് ഇസ്ലാം മതം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മതത്തിലും പാമ്പിനെക്കുറിച്ച് പരാമർശമുണ്ട്. അത് നന്മയുടെ പ്രതീകമായിട്ടല്ല, ഒരു തിന്മയുടെ പ്രതീകമായിട്ടാണ് ഇസ്ലാം മതത്തിലും പാമ്പിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ പാമ്പിനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനോടൊപ്പമായിരുന്നു എന്നും പാമ്പ് ഏറ്റവും കൗശലമുള്ള ജീവിയായിരുന്നു എന്നും പാമ്പാണ് എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ശപിക്കപ്പെട്ടതെന്നും ആദ്യമായി ശപിക്കപ്പെട്ടതെന്നും നാം മനസ്സിലാക്കിയല്ലോ. ഇനി നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവം മോശയെ തൻ്റെ പ്രവാചകനായി വിളിച്ച് വേർതിരിക്കുന്ന സമയം, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ മോശയെ അവരുടെ രക്ഷകനായി ദൈവം വിളിച്ച് നിയോഗിച്ച് അയക്കുന്ന സമയത്ത് മോശ ദൈവത്തോട് ചോദിച്ചത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി വന്നു എന്ന് ഞാൻ ചെന്ന് ഈജിപ്തിലുള്ള എൻ്റെ ജനങ്ങളോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയില്ല. അവർ വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ ദൈവം 3 അടയാളങ്ങൾ മോശയ്ക്ക് കൊടുത്തു. അതായത് ഈ 3 അടയാളവുമായി നീ ഈജിപ്തിൽ ചെന്ന് ഈജിപ്തിലെ ജനങ്ങളോട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. ദൈവം നിനക്ക് പ്രത്യക്ഷനായി വന്നുവെന്നും നിന്നെ അയച്ചിരിക്കുന്ന യഹോവയായ ദൈവമാണെന്നും ജനത്തെ വിടുവിക്കാൻ വേണ്ടിയാണെന്നും അവരോട് പറയണം. അപ്പോൾ ഈ 3 അടയാളങ്ങളിലെ ഒന്നാമത്തെ അടയാളം മോശയ്ക്ക് ദൈവം നൽകിയത്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു വടി, ആ വടി നീ നിലത്തിടുക എന്ന് പറഞ്ഞപ്പോൾ ആ വടി ഒരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് പേടിച്ചു പോയി എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഉടനെ ദൈവം മോശയോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, ആ സർപ്പത്തിൻ്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ മോശ ആ സർപ്പത്തിൻ്റെ വാലിൽ പിടിച്ചപ്പോൾ അത് വീണ്ടും പഴയപടി വടിയായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ മോശ പറഞ്ഞ്, ഇതും അവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതൊരു അടയാളം ദൈവം നൽകിയത്, നിന്റെ വലങ്കൈ നീ മാറിലിടുക. നിന്റെ മാറത്ത് നിന്റെ കൈ ഇട്ട് കഴിയുമ്പോൾ അതൊരു കുഷ്ഠരോഗം പിടിച്ച കൈയായി മാറും. വീണ്ടും നീ ആ കൈ പുറത്തേക്ക് എടുക്കുക, അപ്പോൾ പഴയതുപടി ആകുമെന്ന് പറഞ്ഞു. മോശ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു. മൂന്നാമത്തെ അടയാളം, ഈ 2 അടയാളം അവർ വിശ്വസിച്ചില്ലെങ്കിൽ മൂന്നാമത്തെ അടയാളം, നീ സമുദ്രത്തിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം. അങ്ങനെ ഉണങ്ങിയ നിലത്തൊഴിക്കുമ്പോൾ അത് രക്തമായി തീരും. അപ്പോൾ ഈ 3 അടയാളങ്ങളും എന്തൊക്കെയാണേലും ജനം വിശ്വസിക്കുമെന്ന് പറഞ്ഞ് മോശയെ അയച്ചതായിട്ട് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോശയ്ക്കൊരു അടയാളമായിട്ട് ദൈവം നൽകിയത് ഒരു പാമ്പിനെയാണ്. അപ്പോൾ ഇവിടെ ഈ പാമ്പ് ഒരു നന്മയുടെ പ്രതീകമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചില മതങ്ങളിൽ, പുരാതന മതങ്ങളിൽ ആ മതത്തിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാരുടെയൊക്കെ കയ്യിൽ ഒരു വടിയുണ്ടാവും. ആ വടിയുടെ അറ്റം സർപ്പത്തിൻ്റെ തലമാതിരി കൊത്തിയ ഒരു വടിയാണ് അവർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു രൂപം, ഈ ഒരു സമ്പ്രദായം അവർക്ക് ലഭിച്ചത് മോശയുടെ കയ്യിലിരുന്ന വടി പാമ്പായി തീർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയുള്ള വടി പിടിക്കുന്ന ചില മത നേതാക്കന്മാർ ഇന്ന് ലോകത്തിൽ ഉണ്ട്. അപ്പോൾ മോശയെ ദൈവം വിളിച്ച്, മോശയും പാമ്പും, അപ്പോൾ പാമ്പുമായി മോശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് മോശയെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചത്. തന്നെയുമല്ല, ഈജിപ്തുകാരുടെ ദൈവങ്ങളിൽ സർപ്പത്തിന് വലിയ സ്ഥാനമുണ്ട്. ഫറവോ രാജാക്കന്മാരുടെ കിരീടത്തിൽ സർപ്പത്തിൻ്റെ തലയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. മൂർഖൻ പാമ്പിൻ്റെ പത്തിക്ക് സമാനമായ ഒരു ഒരു ശിരോവസ്ത്രം ഫറവോ രാജാക്കന്മാർ അണിഞ്ഞിരുന്നതായിട്ട് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലും സർപ്പത്തിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ മോശയെ ദൈവം വിളിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് അടയാളമായിട്ട്, മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കാൻ തക്കവണ്ണം അടയാളമായിട്ട് ദൈവം നൽകിയത് മോശയുടെ കയ്യിലിരുന്ന വടിയെ ദൈവം പാമ്പാക്കി മാറ്റുകയായിരുന്നു
ചെയ്തത്. അടുത്തത് നാം പരിശോധിക്കുന്നത് ഇസ്രായേൽ മക്കളും പാമ്പുമാണ്. ഇസ്രായേൽ മക്കളെ ദൈവം ഈജിപ്തിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് പോരുമ്പോൾ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരായി സംസാരിച്ചു, അല്ലെങ്കിൽ പിറുപിറുത്തു. അവരുടെ ഈ മരുഭൂമി യാത്രയിലെ ചൂടും അവരിഷ്ടപ്പെടാത്ത ഭക്ഷണവും ഇങ്ങനെ കഴിച്ച് അലഞ്ഞു തിരിഞ്ഞ് പ്രയാസപ്പെട്ട് വന്നപ്പോൾ അവർ മോശയ്ക്കും ദൈവത്തിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അത് പാപമായി തീർന്നു. ഉടനെ ദൈവത്തിനെതിരായ ജനം പാപം ചെയ്തപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് അവരെ ശിക്ഷിക്കുവാൻ അഗ്നിസർപ്പങ്ങളെ അയച്ചു എന്ന് സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അങ്ങനെ അഗ്നിസർപ്പങ്ങൾ വന്ന് അനേകരെ കടിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ജനം മരിച്ചുപോയി. ഉടനെ ജനമെല്ലാം, മരണത്തോടടുത്ത ജനം, പാമ്പുകടിയേറ്റ ജനങ്ങളെല്ലാം വന്ന് മോശയോട് പറഞ്ഞു, മോശേ, ഞങ്ങൾ ദൈവത്തിനെതിരായി പാപം ചെയ്തതുകൊണ്ട് ഈ സർപ്പത്തിൻ്റെ കടിയേറ്റ് ഞങ്ങൾ മരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്നും സർപ്പങ്ങളെ നീക്കുവാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ ആ കാര്യം ദൈവത്തോട് പറഞ്ഞപ്പോൾ അതിന് പ്രതിവിധിയായി ദൈവം പറഞ്ഞത്, മോശേ, നീ മരുഭൂമിയിൽ ഒരു തൂണിൻ്റെ മുകളിൽ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി തൂക്കിയിടുക. പാമ്പുകടിയേറ്റ ഏതൊരാളും ഈ തൂണിന്മേൽ കിടക്കുന്ന താമ്ര സർപ്പത്തെ നോക്കിയാൽ അവർക്ക് സൗഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ ഒരു താമ്ര സർപ്പത്തെ അവിടെ ഉണ്ടാക്കിയിട്ടു. സർപ്പത്തിൻ്റെ കടിയേറ്റ എല്ലാവരും അതിനെ നോക്കിയപ്പോൾ അനേകർക്ക് സൗഖ്യമുണ്ടായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ ദൈവത്തിനെതിരായി പാപം ചെയ്ത ജനത്തെ ശിക്ഷിക്കുവാൻ ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു. ആ സർപ്പങ്ങളുടെ കടിയിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ വേണ്ടിയും രക്ഷകനായിട്ട് ദൈവം ഒരുക്കിയത് ഒരു പാമ്പിനെയായിരുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അഗ്നിസർപ്പങ്ങളെ അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഗ്നിസർപ്പങ്ങൾ എന്ന ആ വാക്കിനാണ് എബ്രായ ഭാഷയിൽ സെറാഫ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അഗ്നിസർപ്പങ്ങൾ വന്ന് അനേകർ കടിച്ചു, അനേകർ മരണപ്പെടുവാൻ അത് കാരണമായിട്ട്. ഈ സന്ദർഭം കേവലം ഒരു പിച്ചള സർപ്പത്തെ നോക്കി സൗഖ്യമാകൽ മാത്രമായിരുന്നില്ല. മോശ മരുഭൂമിയിൽ നാട്ടിയ ഈ പിച്ചള സർപ്പം വരുവാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സിംബലായിരുന്നു. ലോകരക്ഷകനായ പാപമാകുന്ന പാമ്പിൻ്റെ വിഷമാകുന്ന പാപത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരുവാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സിംബലായിരുന്നു മോശ മരുഭൂമിയിൽ നാട്ടിയ പിച്ചള സർപ്പം. ഇതിനെക്കുറിച്ച് കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 14 വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായിരുന്നു മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം. പാമ്പുകടി ഏൽക്കുന്നവർ സർപ്പത്തെ നോക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. ഇതുപോലെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ ഏറ്റുപറയുമ്പോൾ, പാപത്തെ ഏറ്റുപറഞ്ഞ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരാൾ വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നാണ് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുവാനിരുന്ന പാപമോചകനായ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായിരുന്നു മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം. ഇത് പഴയ നിയമത്തിലെ സംഭവങ്ങളായിരുന്നത്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും സമയപരിധിയിൽ അതെല്ലാം ലഘൂകരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലും കർത്താവായ യേശു ക്രിസ്തു വളരെ നന്മയുടെ പ്രതീകമായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവായ അർത്ഥത്തിൽ പാമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 16 വാക്യത്തിൽ യേശു പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആയതിനാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ പാമ്പിനെ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാമ്പിന്റെ കൗശലവും വക്രതയും ചതിയും ആവശ്യമില്ല, എന്നാൽ പാമ്പിന്റെ ബുദ്ധി പിന്തുടരാം.
ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പാമ്പിന്റെ ബുദ്ധി നമുക്ക് ആവശ്യമാണ്. പാമ്പിന്റെ വക്രതയും കൗശലവും ചതിയും പാടില്ല, എന്നാൽ പാമ്പിന്റെ ബുദ്ധിയെ സ്വീകരിക്കാം എന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ദൈവഭക്തന്മാർ എങ്ങനെയായിരിക്കണം? പാമ്പിനെ പോലെ ബുദ്ധിയോടെ പെരുമാറുവാൻ ജീവിക്കുവാനും കഴിയണമെന്നാണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന സൂചന. അടുത്തതായിട്ട് സഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായം 3-4 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എന്നാൽ സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹൗവയെ പിശാച് ചതിച്ചു, അല്ലെങ്കിൽ ഉപായത്താൽ വന്ന് സർപ്പമാണ് ചതിച്ചത്. ആ ചതി ദൈവത്തിൻ്റെ സഭയ്ക്ക് ഉണ്ടാകരുത് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ ഓരോ രക്ഷിക്കപ്പെട്ടു വരുന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നിയുക്ത ആത്മമണവാളനായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയതിനാൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിയുക്ത മണവാട്ടിയാണ്. മണവാളൻ യേശു ക്രിസ്തുവും മണവാട്ടി തൻ്റെ സഭയുമാണ്. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ മണവാട്ടിയാവുന്ന സഭ ആത്മമണവാളനായ യേശു ക്രിസ്തുവിൻ്റെ ആ വിവാഹം നിശ്ചയം ചെയ്തിരിക്കാൻ ആ വിവാഹം നടക്കുന്നത് വരെയും ഈ മണവാട്ടി നിർമ്മല കന്യകയായി വിശുദ്ധിയോടെ ഭക്തിയോടെ ജീവിക്കുന്നു. അതുകൊണ്ട് ഉപായത്താൽ ചതി പറ്റി ജീവിതത്തിൽ അശുദ്ധിയും കറയും കളങ്കവും പറ്റാതെ പരിശുദ്ധമായ ജീവിതം നയിക്കണം എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു ആളിൽ നിന്നോ ഏത് വിധേനയോ ചതി പറ്റാതെ അറിഞ്ഞിരിക്കുന്ന നിർമ്മലമായ സത്യം കാത്തു സൂക്ഷിച്ച് വെടിപ്പോടെ വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ നമുക്ക് ഒരു എതിരാളിയുണ്ട്. ആ എതിരാളിയുടെ ആ ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകരുതെന്ന ഉപദേശമാണ് പൗലോസ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പാമ്പും മനുഷ്യരും തമ്മിലുള്ള ചില വിഷയമാണ് നാം ഇതുവരെയും ചിന്തിച്ചത്. പാമ്പ് പുരാണങ്ങളിൽ എങ്ങനെയാണ്, പാമ്പെന്ന പദം എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യനും പാമ്പും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണല്ലോ നാം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിച്ചത്. ഈ അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.